കാര്യം എന്താണ് ഒരു മതം സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ക്രൈസ്തവ വിശ്വാസപ്രകാരം എന്താണ് ഒരു സഭയുടെ ധർമ്മം എന്നുള്ള കാര്യമൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഈ രീതിയിൽ വേണമോ വൈദികരൊക്കെ? പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ വൈദികരെന്നൊക്കെ പറയുമ്പോൾ മറ്റ് ജോലികൾക്കൊന്നും പോകാതെ പൂർണ്ണമായും ഈശ്വര വിശ്വാസത്തിന് വേണ്ടിയും അതിൻ്റെ പ്രചരണത്തിന് വേണ്ടിയും സേവനത്തിന് വേണ്ടിയുമൊക്കെ ജീവിതം പൂർണ്ണമായും മാറ്റിവെച്ചിട്ടുള്ളവരാണ് വൈദികർ. ഇപ്പോൾ മറ്റു പല ചർച്ചകളുമൊക്കെ ഇപ്പോൾ ഈ നിരണം ഭദ്രാസനത്തിലെ യാക്കോബായ സഭയിലെ ഈ ബിഷപ്പ് കൂർലോസ്, അദ്ദേഹം നേരത്തെ സ്ഥാനത്യാഗമൊക്കെ ചെയ്തു. അദ്ദേഹത്തോട് ആരോ ചോദിച്ചു, തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കുമെന്ന് ചോദിച്ചു. അദ്ദേഹം അതിന് കൊടുത്ത മറുപടി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു ബിഷപ്പിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് എന്തെങ്കിലും വിലക്കുള്ളതായിട്ട് എനിക്കറിയില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ സഭയെക്കുറിച്ചും അല്ലെങ്കിൽ അതുപോലെ ഈ സംവിധാനങ്ങളെക്കുറിച്ചൊക്കെ ആളുകൾ കരുതുന്നത്, ഈ ഏറ്റവും ചുരുങ്ങിയ വിശ്വാസികളെങ്കിലും കരുതുന്നത് എന്താണ് എന്നുള്ള ബോധ്യം ഈ ആളുകൾക്കുണ്ടോ? അങ്ങനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ പുറകെ പോകാനാണെങ്കിലും എന്തിനാണ് വളരെ ബുദ്ധിമുട്ടി വർഷങ്ങളോളം പഠിച്ചൊക്കെ നിങ്ങൾ ഈ കുപ്പായം ഇടുന്നതും ഇതിൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നതും എന്നുള്ളതാണ്. ഈ പറയുന്ന ഈ വൈദികനൊക്കെ ജോലിയുണ്ട്, അത് വേറെ കാര്യം. ഇങ്ങനെ തർക്കത്തിലേക്ക് പോവുകയാണ് ആളുകൾ തമ്മിൽ. ഇതിൽ ഏറ്റവും രസകരമായ സംഗതി, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ മതങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു എന്നുള്ള പഴിക്ക് ഒരു മറുവാദം. അല്ല, ഇതിപ്പോൾ രാഷ്ട്രീയ പാർട്ടി ഏതാണ്, മതം ഏതാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആ രീതിയിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളുമൊക്കെയാണ് രാഷ്ട്രീയ പാർട്ടിയിലുള്ളതുപോലെ ഈ മതങ്ങളിലും ഉയർന്നു കേൾക്കുന്നത്. അത് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടൽ മതത്തിലുമുള്ളത് കൊണ്ടാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മതങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടരുത് എന്ന് പറയുന്നതും രാഷ്ട്രീയം മതത്തിൽ ഇടപെടരുത് എന്ന് പറയുന്നതും ഇത് പരസ്പരം കൊണ്ടും കൊടുത്തും ഉള്ള ഒരു പരിപാടിയാണ്. പരസ്പരം ഇടപെട്ടാൽ മാത്രമേ ഇവർക്ക് വളരാൻ കഴിയുകയുള്ളൂ. രാഷ്ട്രീയത്തിൽ ഇടപെട്ട് മതസംഘടനകൾ നേട്ടമുണ്ടാക്കുകയും മതസംഘടനകളുടെ കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ഇടപെട്ട് ആ വോട്ട് ബാങ്കിനെ സ്വന്തം പക്ഷത്തേക്ക് മാറ്റുകയും ഒക്കെ ചെയ്തു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.